നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, PDP കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്താണ് SDP സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി, SDP സംസ്ഥാന സമിതി അംഗം എന്നുള്ള നിലക്ക് താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? SDP സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സരിക്കുന്നുണ്ട്. രാജ്യത്ത് SDP ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് എല്ലാ ബഹുസ്വരരായ ആളുകളുടെയും പിന്തുണ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി പാർട്ടി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രവർത്തകരാകെ ഫീൽഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന രാഷ്ട്രീയവും SDP ഉയർത്തുന്ന രാഷ്ട്രീയവും ഏതാണ്ട് ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ രാഷ്ട്രീയമാണ്. രാജ്യത്ത് സംഘപരിവാർ നടത്തുന്ന ഏറ്റവും കൃത്യമായ രാഷ്ട്രീയത്തിന് ബദലാണ് SDP. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വെൽഫെയർ പാർട്ടിയൊക്കെ ഉയർത്തുന്ന രാഷ്ട്രീയം, അതിൽ PDP പോലും ഒഴിവാക്കേണ്ടതില്ല. അപ്പം അത്തരമൊരു രാഷ്ട്രീയ സംഘാടനം നടത്തുന്ന കക്ഷികൾ ഏതെങ്കിലുമൊക്കെ ഒരു മുന്നണിയുടെ ഭാഗമാവുകയോ അവർ രാഷ്ട്രീയം സംസാരിക്കുകയോ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ നിഷേധാത്മകമായി കാണുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ഈ നാട്ടിൽ കേരള കോൺഗ്രസ്സുകളായാലും ഇപ്പോൾ കോട്ടയം ജില്ലയൊക്കെ സംബന്ധിച്ചുള്ള നിരവധി കേരള കോൺഗ്രസ്സുകൾ രാഷ്ട്രീയം പറയുന്നുണ്ട്. എല്ലാ മുന്നണികളുടെയും ഭാഗമായിക്കൊണ്ട് അധികാരത്തിൻ്റെ ഒരൊറ്റ ലക്ഷ്യം, അധികാരം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അധികാരത്തിന് അപ്പുറം രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കൊപ്പം നിന്നുകൊണ്ട് നിലപാട് പറയുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ ഇകഴ്ത്തുകയും അവരെയൊക്കെ തീവ്രവാദ ചാപ്പയടിക്കുകയൊക്കെ ചെയ്യുന്നൊരു രാഷ്ട്രീയ സ്ഥിതി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതിനെ എങ്ങനെയാണ് ഈ നാട് കാണുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കിട്ടാൻ വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കുകയും ചാപ്പയടിക്കുകയും ചെയ്യുമ്പോൾ സംഘപരിവാറിൻ്റെ ഐഡിയോളജി ഉൾക്കൊള്ളുകയാണ് ബഹുസ്വര രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതെന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, ഞങ്ങൾ നിലപാട് പറയുന്നുണ്ട്. അത് ജനങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അവരുടെ വോട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമ്പോഴും ഈ നാട് തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കൊപ്പം നിയമവ്യവസ്ഥയ്ക്കൊപ്പം നിന്നുകൊണ്ട് വോട്ട് തേടുന്ന ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ ഇപ്പം ഒരു ന്യൂനപക്ഷ സംഘാടനത്തെയൊക്കെ ചാപ്പയടിക്കുന്ന രീതി അത് സംഘപരിവാറിനെ മാത്രമേ സഹായിക്കൂ എന്നുള്ളതാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു നിലപാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിഭജന കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ രൂപപ്പെടുന്ന കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ കാലത്ത് ഇന്ത്യൻ മുസ്ലിമിന് മാത്രമാണ് ഒരു ഓപ്ഷനുള്ളത്. ഇന്ത്യൻ മുസ്ലിമിന് മാത്രം പാകിസ്ഥാൻ തിരഞ്ഞെടുക്കണോ ഇന്ത്യ തിരഞ്ഞെടുക്കണോ എന്നൊരു ഓപ്ഷനിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമുകളും ബഹുസ്വരമായ ഒരു മതേതര രാജ്യം തിരഞ്ഞെടുത്തവരാണ്. അതാണ് അവരുടെ മതരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത്. ബഹുസ്വര സമൂഹത്തെ ജീവിക്കുക, അത് ഏറ്റവും സമാധാനപരമായും സഹവർത്തിത്വത്തോടും ജീവിക്കുക. അതിനുവേണ്ടി അവരൊരു തെരഞ്ഞെടുപ്പ്, അത്തരമൊരു തെരഞ്ഞെടുപ്പ് കിട്ടിയ ഏക സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായമാണ്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അവർ ഒരു മതേതര രാജ്യത്തെ തിരഞ്ഞെടുത്താണ്. അവരിലാണ് ഇത്തരത്തിലുള്ള ചാപ്പയടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകപക്ഷീയമായി പൗരത്വം നിഷേധിച്ചും നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടും ഈ രാജ്യത്ത് അരികുവൽക്കരിക്കപ്പെടാനും മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടെ പൗരാവകാശങ്ങൾ ഉൾപ്പെടെ തടയപ്പെടാനും ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ പോലും ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ആഹ്വാനം പോലും ആ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അവരുടെ രാജ്യസ്നേഹം കറകളഞ്ഞതും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിതാന്തമായ പോരാട്ടത്തിൻ്റെ പാരമ്പര്യവുമാണ്. അപ്പോൾ അത്തരം രാഷ്ട്രീയമാണ് ഈ നാട് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്തുണകൾ ഏതൊക്കെ മുന്നണികൾക്ക് കൊടുത്താലും, അപ്പോൾ വളരെ ഹ്രസ്വകാല രാഷ്ട്രീയം സ്വീകരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പലപ്പോഴും വോട്ടിന് വേണ്ടി നിലപാടുകൾ മാറ്റാനൊക്കെ മുന്നണികൾ തയ്യാറാകും. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളും വെൽഫെയർ പാർട്ടി, PDP തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകളൊക്കെയായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇത്തരം ആളുകളൊക്കെ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങളും യോജിക്കുകയാണ്. അത്തരം രാഷ്ട്രീയത്തെ ചാപ്പയടിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ നടക്കുന്ന ശ്രമങ്ങളാണ് ഈ നാട് തിരിച്ചറിയേണ്ടത് എന്നാണ് ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതുള്ളത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ ജനത ഏറ്റവും കൃത്യമായി രാജ്യത്തെ ബഹുസ്വരരായ മുഴുവൻ മനുഷ്യരും ചേർത്ത് നിർത്തുന്ന SDP രാഷ്ട്രീയത്തെ തിരിച്ചറിയുകയും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് നടന്നു കയറാൻ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യണമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.